ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഡിടെക് ഓഡിയൻസിൻ്റെ 100+100 വാട്ട്സ് RMS വരുന്ന സ്റ്റീരിയോ ആംപ്ലിഫയർ ബോർഡാണ്. ഈ ബോർഡിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമായതിൽ നല്ലൊരു ക്വാളിറ്റി ബോർഡാണിത്. ഇതിൻ്റെ കമ്പോണൻസിൻ്റെ ക്വാളിറ്റി ആയിരുന്നാലും ബോർഡിൻ്റെ ക്വാളിറ്റി ആയിരുന്നാലും അത്യാവശ്യം കൊള്ളാമെന്നുള്ളതാണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ട്രാൻസിസ്റ്ററിൻ്റെ പേര് 52001943 ആണ്. പെർ ചാനൽ 100 വാട്ട്സ് RMS ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു ബോർഡാണിത്. പിന്നെ കണക്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ മൈനസ്. ആ ട്രാക്കൊക്കെ ഇവർ സോൾഡർ ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടെ ഗേജ് കിട്ടാനായിട്ട്. ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്, പിന്നെ ഇവിടെ ഗ്രൗണ്ട്. ഈ മൂന്നും ഗ്രൗണ്ടാണ്. ഇത് സ്പീക്കറിനായിട്ടും, അതായത് ഇവിടെ നമുക്ക് സപ്ലൈ ഗ്രൗണ്ട് കൊടുത്തിട്ട് ഇവിടെ ഒരു സ്പീക്കറിൻ്റെ ഗ്രൗണ്ട്, ഇവിടെ സ്പീക്കറിൻ്റെ ഗ്രൗണ്ട്, അങ്ങനെ കൊടുക്കാനാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതൊരു സ്പീക്കറിൻ്റെ ഔട്ട്, ഇതൊരു സ്പീക്കറിൻ്റെ ഔട്ട്. ഇത് രണ്ടും പോസിറ്റീവാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഇൻപുട്ട്. ഇത് ഗ്രൗണ്ടും ഇത് ഇൻപുട്ടും. അതുപോലെ ഇത് ഗ്രൗണ്ടും ഇതിൻ്റെ ഇൻപുട്ട്. അങ്ങനെ എല്ലാ ഇതിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഏതൊരാൾക്കും അസംബിൾ ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് എൻ്റെ ഹീറ്റ് സിങ്ക് നോക്കുകയാണെങ്കിൽ ഡബിൾ ഫിൻസ് വരുന്ന നല്ല ഹെവി ഹീറ്റ് സിങ്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇൻവേർട്ടറിലൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തെ ഹീറ്റ് സിങ്കാണ്. പിന്നെ ഇതിൽ സപ്ലൈ നമുക്ക് ഒരുപാട് കൊടുക്കാൻ പറ്റില്ല. ഇതിൽ മാക്സിമം ഒരു പറഞ്ഞിരിക്കുന്നത് 35 വോൾട്ട് DC ആണ്. ഇത് AC അല്ല, DC ആണ്. അതായത് നമുക്കൊരു 25 വോൾട്ട് മുതൽ 27 വരെയുള്ള ട്രാൻസ്ഫോമറിൽ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കിട്ടും. ഒരു 8 ആംപിയർ ഒക്കെ ഉണ്ടെങ്കിൽ ധാരാളമാണിത്. ഇത് ഞാൻ ഉപയോഗിച്ച് വെച്ച് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റിയാണ്. നമ്മളിപ്പം ആംപ്ലിഫയറുകൾ ചെയ്യുമ്പോൾ ഈ ബോർഡ് ഞാൻ ഒരു 3 ആംപ്ലിഫയറിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് 3-വേ ബോക്സുകളാണ് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. സിപ്പിൻ്റെ, അവാർഡിൻ്റെ, അതുപോലെ സ്യൂട്ടിൻ്റെ ഒക്കെ ബ്രാൻഡ് സ്പീക്കറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതിലൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോഴെല്ലാം നല്ല ക്വാളിറ്റി. ബാസിന് ബാസ്, ട്രിബിളിന് ട്രിബിൾ, മിഡിന് മിഡ്, അങ്ങനെ ആവശ്യമുള്ള എല്ലാ ഫ്രീക്വൻസിയും ഈ ബോർഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇത് വാങ്ങിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ സാധാരണ ഒരു 4 ട്രാൻസിസ്റ്റർ ബോർഡ് വെച്ച് നോക്കുമ്പോൾ അല്പം വില വ്യത്യാസമുണ്ട്. ശക്തിയുടെ ബോർഡൊക്കെ ആണെങ്കിൽ നമുക്കൊരു 800-900 ആ റേഞ്ചിലേക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ബോർഡിൻ്റെ വില എന്ന് പറയുമ്പോൾ ഒരു 1100 രൂപ മുതൽ ഒരു 1200, പല സ്ഥലത്ത് പല റേഞ്ചാണ്. ഈ ഒരു വിലയ്ക്കാണ് ഈ ബോർഡ് ഇറങ്ങുന്നത്. പക്ഷേ ഈ ആ ഒരു വിലയ്ക്ക് ഇത് വർത്താണ്. കാരണം നമ്മൾ കമ്പോണൻസിൻ്റെ ക്വാളിറ്റി നോക്കിയാലും ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി നോക്കിയാലും രണ്ട് ബോർഡും നല്ല വ്യത്യാസമാണ്. ഈ വിലയ്ക്കുള്ളതിൽ നല്ലൊരു ക്വാളിറ്റി ബോർഡാണിത്. പിന്നെ അധികം ഹീറ്റൊന്നും ആവില്ല. നല്ലൊരു ഹീറ്റ് സിങ്കാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സെപ്പറേറ്റ് ഹീറ്റ് സിങ്ക് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ബോർഡിൽ ഫിക്സ് ചെയ്യാനായിട്ട് ഇതിൽ തന്നെ 4 ഹോൾ ഇട്ടിട്ടുണ്ട് ബോർഡിൽ തന്നെ. ഈ 4 ഹോളിൽ നമ്മൾ ക്യാബിൽ സ്ക്രൂ ചെയ്ത് ഇങ്ങനെ ഫിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇത് വാങ്ങിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടവർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയ്ക്ക് നമുക്ക് വീണ്ടും കാണാം.